സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ കടുത്ത പ്രതിസന്ധി. ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ ശമ്പളവും വിരമിച്ചവരുടെ പെൻഷനും മുടങ്ങി. ഇതേ തുടർന്ന് ജീവനക്കാർ ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറിയെ ഓഫീസിൽ ഉപരോധിച്ചു. വകുപ്പ് മന്ത്രിയുമായി ജീവനക്കാർ ചർച്ച നടത്തും. ശമ്പളവും പെൻഷനും മുടങ്ങിയതോടെയാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത്. ചരിത്രത്തിലാദ്യമായാണ് ബോർഡിൽ ഇത്തരമൊരു സാഹചര്യമുണ്ടാകുന്നത്. ശമ്പള വിതരണം തടസ്സപ്പെട്ടതോടെ ജീവനക്കാർ ഒന്നിച്ച് സെക്രട്ടറിയെ ഓഫീസിൽ ഉപരോധിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നിലവിലുള്ളതെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. ഭൗതിക പരാധീനതയുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു മാസം ശമ്പളം കൊടുക്കാൻ ഏകദേശം 5 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ മാസത്തെ കണക്കെടുത്ത് നോക്കുന്നത് 1,54 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ സെക്രട്ടറി ബോർഡിന്റെ ഫണ്ടുകൾ ബോധപൂർവം തടഞ്ഞുവെക്കുകയാണെന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് ഹൗസിംഗ് ബോർഡ് വെൽഫെയർ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ജയകുമാർ പറയുന്നു. പെൻഷൻകാർക്ക് പെൻഷനും ശമ്പളവും നൽകാതെ ആവശ്യമായ ധനം ഇവിടെ ഉണ്ടായിരുന്നിട്ടും സെക്രട്ടറി അത് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഹൗസിംഗ് ബോർഡിന് ആവശ്യമായ ആസ്തിയുണ്ട്. ഇപ്പോൾ സർക്കാർ തന്നെ തന്നിട്ടുള്ള പൈസ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ വീണ്ടും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അനുമതി ചോദിച്ചാൽ മാത്രമേ ഇവിടെ ശമ്പളവും പെൻഷനും കൊടുക്കുകയുള്ളൂ എന്നാണ് സെക്രട്ടറി പറയുന്നത്. സെക്രട്ടറി ഒരു കത്ത് എഴുതിയതായും പറയുന്നുണ്ട്. പക്ഷേ നാളിതുവരെ ആയിട്ട്, അതായത് ഇന്ന് തീയതി 7 ആയി, ഇതുവരെ ആയിട്ട് ശമ്പളവും കൊടുത്തിട്ടില്ല, പെൻഷനും കൊടുത്തിട്ടില്ല. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ജീവനക്കാർ ചർച്ച നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.